ഹലോ എവരി വൺ, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് എക്സലിലെ ഒരു ഫംഗ്ഷനായ Vlookup ആണ്. പിവോട്ട് ടേബിൾ പോലെ തന്നെ നമ്മൾ എക്സലിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് Vlookup. Vlookup എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലുക്കപ്പ്. ഒരു വെർട്ടിക്കൽ ടൈപ്പിലുള്ള ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് Vlookup. അപ്പോൾ എങ്ങനെയാണ് Vlookup എക്സലിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ പാർട്ടീസിൻ്റെയും ഇൻവോയ്സ് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. എനിക്കിതിൽ ഓരോ പാർട്ടീസിൻ്റെയും GST നമ്പർ വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് GST നമ്പർ Vlookup ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കോളം ഇൻസെർട്ട് ചെയ്യുവാണ്. Vlookup ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് = Vlookup ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ കോമ ടേബിൾ അറേ കോമ കോൾ ഇൻഡെക്സ് നമ്പർ കോമ റേഞ്ച് ലുക്കപ്പ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ കാണേണ്ടത് ഓരോ ട്രേഡേഴ്സിൻ്റെയും GST നമ്പറാണ്. അപ്പോൾ നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് ട്രേഡേഴ്സ് നെയിമാണ്. ടേബിൾ അറേ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ടേബിളിൽ ഓരോ ട്രേഡേഴ്സിൻ്റെ GST നമ്പർ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കിടക്കുന്ന ഏത് ടേബിളാണോ ആ ടേബിളാണ് ടേബിൾ അറേ. അടുത്തത് കോൾ ഇൻഡെക്സ് നമ്പർ. കോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണേണ്ടത് ഓരോ പാർട്ടീസിൻ്റെയും GST നമ്പറാണ്. അപ്പോൾ ഈ GST നമ്പർ ആ ടേബിളിലെ ഏത് കോളത്തിലാണ് കിടക്കുന്നത് ആ കോളത്തിൻ്റെ നമ്പറാണ് കോൾ ഇൻഡെക്സ് നമ്പർ. അടുത്തത് റേഞ്ച് ലുക്കപ്പ്. റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂൻ്റെ Vlookup ആണ് കാണുന്നതെങ്കിൽ ട്രൂ അപ്രോക്സിമേറ്റ് വാല്യൂ എടുക്കുക. അല്ല ഒരു എക്സാക്റ്റ് വാല്യൂൻ്റെ Vlookup ആണ് കാണുന്നത് ഫോൾസ് എക്സാക്റ്റ് വാല്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 0 എന്ന് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു എക്സാക്റ്റ് വാല്യൂൻ്റെ Vlookup ആണ്. കാരണം ഓരോ ട്രേഡേഴ്സിൻ്റെയും പേര് നമുക്കറിയാം, അവരുടെ GST നമ്പറാണ് കാണേണ്ടത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു എക്സാക്റ്റ് വാല്യൂൻ്റെ Vlookup ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇക്വേഷൻ അടിക്കുകയാണ്. = Vlookup ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡേഴ്സ് നെയിം കോമ ടേബിൾ അറേ. എനിക്ക് ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് കോൾ ഇൻഡെക്സ് നമ്പർ. കോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ആ ടേബിളിൽ എത്രാമത്തെ കോളത്തിലാണോ കിടക്കണത്. ഇപ്പം നമുക്ക് GST നമ്പറാണ് അറിയേണ്ടത്. ആ GST നമ്പർ എന്നുള്ളത് ഈ ടേബിളിൽ എത്രാമത്തെ കോളത്തിലാണ് കിടക്കുന്നത് ആ കോളത്തിൻ്റെ നമ്പറാണ് കോൾ ഇൻഡെക്സ് നമ്പർ. ഇവിടെ GST നമ്പർ കിടക്കുന്നത് ഈ ടേബിളിലെ 2ാമത്തെ കോളത്തിലാണ്. അപ്പോൾ നമ്മുടെ കോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 2. റേഞ്ച് ലുക്കപ്പ്. അടുത്ത റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു എക്സാക്റ്റ് മാച്ചിൻ്റെ Vlookup ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് ഫോൾസ് എക്സാക്റ്റ് മാച്ച്. അല്ലാന്നുണ്ടെങ്കിൽ 0 കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, AS മെറ്റൽസ് എന്നുള്ള പാർട്ടിയുടെ GST നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ അടുത്ത പാർട്ടിയുടെ GST നമ്പർ എടുക്കാൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. = Vlookup ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ നെയിം കോമ ഇടുക, ടേബിൾ അറേ കോൾ ഇൻഡെക്സ് നമ്പർ. ഈ ടേബിളിൽ 2ാമതാണ് GST നമ്പർ എടുക്കുന്നത്. നമ്മൾ കോൾ ഇൻഡെക്സ് നമ്പർ 2 കോമ റേഞ്ച് ലുക്കപ്പ് 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഓരോ പാർട്ടിയുടെയും GST നമ്പർ Vlookup യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഇത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യാനായിട്ട് ഈ ഫോർമുല ബാർ F4 യൂസ് ചെയ്ത് അബ്സൊല്യൂട്ട് ചെയ്യുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാർട്ടീസിൻ്റെ GST നമ്പർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് വെർട്ടിക്കൽ ടൈപ്പ് ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് Vlookup. ഇപ്പോൾ നമ്മളൊരു എക്സാക്റ്റ് വാല്യൂൻ്റെ Vlookup എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കി. ഇനി നമുക്കൊരു അപ്രോക്സിമേറ്റ് വാല്യൂൻ്റെ Vlookup എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഒരു മാർക്ക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോ കാൻഡിഡേറ്റിനും ഓരോ എക്സാമിനും കിട്ടിയ മാർക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അവരുടെ % ഓഫ് മാർക്കും ഉണ്ട്. ഇപ്പുറത്തെ കോളത്തിൽ ഇപ്പം ഇവിടെ നോക്കിയാൽ അറിയാം, 0 to 39 വരെ വരുന്നവർക്ക് C ഗ്രേഡ്, 40 to 59 വരെ വരുന്നവർക്ക് C+, അങ്ങനെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഓരോ % ഓഫ് മാർക്കിനും എത്ര ഗ്രേഡ് വരുന്നതെന്ന് നോക്കണം. അതെങ്ങനെയാണ് Vlookup വെച്ച് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, % ഓഫ് മാർക്കിൽ 73, 64, 85 എന്നൊക്കെ വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം 70 to 79. ഇപ്പോൾ ആദ്യത്തെ 73 ആണ് % ഓഫ് മാർക്ക്. 73% ഓഫ് മാർക്കിന് എത്രയാണ് ഗ്രേഡ് വരുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം. 70 to 79 വരെ ഉള്ളതിന് B+ ആണ് ഗ്രേഡ് വരുന്നത്. അതുപോലെ അപ്രോക്സിമേറ്റ് വാല്യൂ, ഇതുപോലെ അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്ന ഒരു വാല്യൂസ് നമുക്ക് Vlookup ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം. = Vlookup ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ.
ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ്. കോമ ഇടുക. ടേബിൾ അറേ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഓരോ മാർക്കിൻ്റെയും ഗ്രേഡാണ്. അപ്പോൾ നമുക്ക് ഈ കോളം സെലക്ട് ചെയ്യാം. നമുക്കിവിടെ അറിയേണ്ടത് കോൾ ഇൻഡെക്സ് നമ്പർ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഗ്രേഡാണ്. ഈ ടേബിളിൽ ഗ്രേഡ് എന്നുള്ള കോളം എത്രയാണ് കിടക്കുന്നതെന്ന് നോക്കണം. 3. ഇപ്പോൾ നമ്മുടെ കോൾ ഇൻഡെക്സ് നമ്പർ 3, കോമ ഇടുക. ഇനി നമ്മുടെ റേഞ്ച് ലുക്കപ്പ്. ഇവിടെ റേഞ്ച് ലുക്കപ്പ് നമ്മൾ നോക്കുമ്പം നമ്മളിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂവിൻ്റെ വി ലുക്കപ്പ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടുത്തെ റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് ട്രൂ അപ്രോക്സിമേറ്റ് മാച്ച് ആയിരിക്കും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം രമ്യ എന്നുള്ള കാൻഡിഡേറ്റിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് ബി പോസിറ്റീവാണ്. അടുത്ത് നമുക്ക് സോനുവിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കാം. = വി ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, കോമ ഇട്ടു. ടേബിൾ അറേ, ടേബിൾ സെലക്ട് ചെയ്യാം. കോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 3. നമ്മുടെ ഗ്രേഡ് എന്നുള്ള കോളം കിടക്കുന്നത് ഈ ടേബിളിൽ 3ാമത്തെ കോളത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ കോൾ ഇൻഡെക്സ് നമ്പർ 3. റേഞ്ച് ലുക്കപ്പ് ട്രൂ ഓർ അപ്രോക്സിമേറ്റ് മാച്ച്. ഇതുപോലെ വെർട്ടിക്കൽ ടൈപ്പിലുള്ള ഡേറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് വി ലുക്കപ്പ്. ഓക്കെ, താങ്ക് യു.